അതുകൊണ്ട് സത്യവിശ്വാസികൾ ശ്രദ്ധിക്കുക. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെടുക. അത് ഭയഭക്തിയുള്ളവർക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ്. സാരിഉ എന്ന പദം മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു. മത്സരാർത്ഥികൾ മത്സരവേദികളിൽ മറ്റുള്ളവരെ പിന്തള്ളുവാൻ പ്രയത്നിക്കുന്ന രൂപത്തിൽ വേഗത കൈക്കൊള്ളുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിൽ എന്താണുള്ളത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഭൗതിക ലോകത്തുള്ള മധുരമേറിയതും കൈപ്പേറിയതുമായ എല്ലാ സാധനങ്ങളും സ്വർഗത്തിലുണ്ടാകും. ആട്ടങ്ങ വരെ, പക്ഷേ സ്വർഗത്തിലെ ആട്ടങ്ങ മധുരമുള്ളതായിരിക്കും. ഇങ്ങനെ അവർണ്ണനീയ സൗഭാഗ്യങ്ങളും അവിസ്മരണീയ അനുഭവങ്ങളും നിറഞ്ഞ സ്വർഗീയാരംഭത്തിൽ വസിക്കുന്നവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ സ്വർഗവാതിൽക്കൽ നിന്നു. അതിൽ പ്രവേശിച്ചവരിൽ അധികവും പാവപ്പെട്ടവരായിരുന്നു. പണക്കാർ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കാതെ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയായിരുന്നു. നരകവാസികളെ നരകത്തിൽ ഇടാൻ കൽപ്പനയുണ്ടായി. ഞാൻ നരകവാതിൽക്കൽ ചെന്നു. അതിൽ അധികവും സ്ത്രീകളായിരുന്നു. സ്വർഗപ്രവേശം സിദ്ധിക്കുന്നവരുടെ നിലവാരവും പദവിയും വ്യത്യസ്തമാണ്. തുല്യ പദവിയിലല്ലാത്ത ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നവർ പൗർണമി രാവിലെ പൂർണ്ണചന്ദ്രൻ പോലെയായിരിക്കും. ശേഷം പ്രവേശിക്കുന്നവർ നക്ഷത്രക്കൂട്ടങ്ങളെ ഏറ്റവും പ്രകാശിക്കുന്ന നക്ഷത്രത്തെ പോലെ ആയിരിക്കും. അവർ മൂത്രമൊഴിക്കുകയോ കാഷ്ടിക്കുകയോ തുപ്പുകയോ മൂക്കു ചീറ്റുകയോ ചെയ്യുകയില്ല. അവരുടെ ചീർപ്പുകൾ സ്വർണ്ണമായിരിക്കും. അവരുടെ വിയർപ്പിന് കസ്തൂരിയുടെ ഗന്ധമുണ്ടാകും. കലർപ്പില്ലാത്ത സുഗന്ധദ്രവ്യങ്ങളും ഭാര്യമാരായി സ്വർഗീയ സ്ത്രീകളും അവർക്കുണ്ടാകും. എല്ലാവരും ഒരേ സ്വഭാവത്തിലായിരിക്കും. പരസ്പരം വിദ്വേഷം ഇല്ലാത്തവരായിരിക്കും. ആദ്യ നബിയുടെ രൂപത്തിൽ 60 അടി നീളമാണ് സ്വർഗീയവാസികൾക്കുണ്ടാവുക. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്ത് ക്ലേശം സാരമില്ല നിന്നിലെ. ജനമൊക്കെയും തൃണവൽഗണിച്ചാൽ തന്നെയും മനന്നൊന്തിടണ്ട തിബുറു തന്ന പിന്നെയും. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن أول زمرة يدخلون الجنة على سورة القمر ليلة البدر ثم الذين يلونهم على أشد كوكب دري في السماء ذات لا يبولون ولا يتغطون ولا يطفلون ولا يمتخطون أمشاتهم الذهب ورشحهم المسك ومجامرهم الألوة وأزواجهم الحور العين أخلاقهم على خلق رجل واحد على صورة أبيهم آدم 60 ذراعا في السماء. സ്വർഗം ലഭിക്കാൻ വേണ്ടി സമൂഹം പല വികല വഴികളിലും ചേർന്ന് ചാടുന്നുണ്ട്. ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക. സ്വർഗം വാഗ്ദാനം നൽകി പച്ച വ്യാഴി ക്ഷേത്രം എന്ന അനുഷ്ഠാന വിഭാഗം സ്ത്രീകളെ വ്യാപകമായി വേശ്യാവൃത്തിക്ക് ഉപയോഗിക്കുന്നു. മോൻ വാൻ ലുൻ എന്നയാൾ തലവനായി അനുഷ്ഠാന വിഭാഗത്തിൽ അംഗങ്ങളായ സ്ത്രീകൾ ദിവസം 12 മണിക്കൂർ വീതം ജോലി ചെയ്ത് കുറഞ്ഞത് 10 പുരുഷന്മാരുമായി സഹശയനം നടത്തി നേടുന്ന പണം പച്ച വ്യാഴി ക്ഷേത്രം അവർ തലവനെ ഏൽപ്പിക്കണം. ലൈംഗിക തൊഴിലിലൂടെ 5 ലക്ഷം ഹോങ്കോങ് ഡോളർ ഉദ്ദേശം സമ്പാദിച്ചു നൽകുന്ന സ്ത്രീകൾക്ക് മരണാനന്തരം ദേവതകളും സ്വർഗീയവാസികളുമാകുമെന്നായിരുന്നു പ്രചാരണം. നിരവധി സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ ആകൃഷ്ടരായി സംഘടനയിൽ അംഗങ്ങളായി. ഈ ഗ്രൂപ്പിലെ ഒരു സ്ത്രീയും 2 പുരുഷന്മാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറുപടി